എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഉറ്റുനോക്കുന്ന രണ്ട് ചരിത്ര നിമിഷങ്ങൾ നടക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 വേൾഡ് കപ്പ് സെമി ഫൈനലാണ്. ഇനി രണ്ടാമത്തെ ചരിത്ര നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ ഇതുവരെയുള്ള റെക്കോർഡ് കളക്ഷൻ അട്ടിമറിക്കാൻ വരുന്ന ഒരു വമ്പൻ സിനിമ തന്നെയായിരിക്കും കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് നാളെയാണ്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് നടൻ പ്രഭാസ് നായകനായി വരികയും അമിതാഭ് ബച്ചൻ, ദീപിക പത്കോൺ, കമലഹാസൻ തുടങ്ങിയ വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന സിനിമയാണ് കൽക്കി. നടൻ പ്രഭാസിന്റെ ബാഹുബലി എന്ന സിനിമ പോലെ വമ്പൻ പാൻ ഇന്ത്യ റിലീസിലാണ് സിനിമ എത്താൻ പോകുന്നത്. 5 ഭാഷയായിട്ടാണ് സിനിമ തിയേറ്ററുകൾ എത്താൻ പോകുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ എന്നീ ലാംഗ്വേജിലായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സിനിമ റിലീസിന് എത്താൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ക്യാമിയോ റോളിൽ നടൻ ദുൽഖർ സൽമാൻ നമ്മുടെ മലയാളത്തിൽ നിന്നും ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ തിയേറ്റർ റിലീസിന് വേണ്ടി. സുരേഷ് ഗോപി നായകനായി വരുന്ന സുരേഷ് ഗോപിയുടെ തന്നെ ഏറ്റവും പുതിയ സിനിമയാണ് വരാഹം. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് സിനിമാ താരങ്ങളെല്ലാം തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ഷാറുഖ് ഖാനെ നായകനാക്കിക്കൊണ്ട് നമ്മുടെ ബോളിവുഡിൽ പോയി ഹിറ്റ് അടിച്ച സംവിധായകനാണ് അറ്റ്ലി. അറ്റ്ലിയുടെയും ഷാറുഖ് ഖാന്റെയും റിലീസ് ചെയ്ത സിനിമയായിരുന്നു ജവാൻ. ഏകദേശം 1000 കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് അറ്റ്ലി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് അല്ലു അർജുനെ നായകനാക്കിക്കൊണ്ടായിരുന്നു എന്നായിരുന്നു റൂമർ അപ്ഡേറ്റുകൾ പുറത്തു വന്നത്. എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത് ഈ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്തു. കാരണം സംവിധായകനായ അറ്റ്ലി പ്രതിഫലം ചോദിച്ചത് ഏകദേശം 80 കോടി രൂപയാണ്. സംവിധായകന് മാത്രം ഏകദേശം 80 കോടി രൂപ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ തന്നെ സിനിമ ഒരു വമ്പൻ ബഡ്ജറ്റിൽ കുതിക്കുമെന്ന് മനസ്സിലാക്കിയ പ്രൊഡ്യൂസേഴ്സ് ഈ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് പറയുന്നത് അറ്റ്ലി ബോളിവുഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നാണ്. നടൻ സൽമാൻ ഖാനെ നായകനാക്കിക്കൊണ്ടൊരു വമ്പൻ സിനിമയാണ് അറ്റ്ലി അണിയറയിൽ ഒരുക്കാൻ പോകുന്നതെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. ഈ ഒരു സിനിമയിൽ തലവർ രജനീകാന്തും പ്രധാന വേഷത്തിലെത്തുമെന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. നിങ്ങൾ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.